അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വൺ ബ്ലോക്കിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്ത കൂട്ടുകാരനെ ഈ വേഗം പോയി ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ എത്തിയെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ വരാം. ഇന്ന് ഞാൻ ഈ സ്ഥലം ഒന്നും കൂടി ഒന്ന് വലുതാക്കി. പിന്നെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത ബയോമിലെത്തി. കേവ്സിലാണ് നിൽക്കുന്നത്. കേവ്സിൻ്റെ പ്രത്യേകത നമുക്ക് അയൺ കിട്ടിയിട്ടുണ്ട്, സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയമണ്ട് വരെ കിട്ടാം. ഓക്കെ, ഇതിൽ നിന്ന് പിന്നെ ഒരു മുട്ട കിട്ടൂല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആട് സ്പോൺ ചെയ്തായിരുന്നു. ആ സ്പോണായ ആടിനെ പിടിച്ചിട്ട് ഇതിലത്തെ ഒരു കോഴി പുറത്തേക്ക് തള്ളിയിട്ട്, അപ്പോൾ ബെഡിന് രക്ഷയില്ലായി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംഭവം കിട്ടി, കാണിച്ചത് വാട്ടർ ബക്കറ്റും കിട്ടി, ഐസും കിട്ടി. അതൊരു ചെസ്റ്റിൻ്റെ അകത്ത് അവിടെ നിന്ന് വന്നപ്പോൾ കിട്ടിയതാണ്. സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബയോ മാറി. ഇപ്പോൾ നമ്മുടെ ഇതിൽ അയൺ കിട്ടും, ഓരോന്ന് കിട്ടും. പിന്നെ ഇപ്പോൾ കേവ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പോലെ സ്കെൽട്ടൻസ് അങ്ങനെയല്ല, ക്രീപ്പേഴ്സ് വരും, അത് ഇത് വരും, തേങ്ങ മാങ്ങ എല്ലാം വരും. അപ്പോൾ ഞാൻ 2 വീഡിയോസ് കണ്ടു നോക്കി. അതിൽ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റോറും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രീപ്പർ വന്നു കഴിഞ്ഞാൽ വെള്ളം ഉള്ളതുകൊണ്ട് അധികം ബ്ലോക്ക് പൊട്ടിത്തെറിച്ചിട്ട് ഇതൊന്നും കേടാവില്ല. പിന്നെ വേറെ വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചുറ്റോറും ഫെൻസ് ഇട്ടു. അതാണ് എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്, അധികം വെള്ളത്തിൻ്റെ ഇത് ആവശ്യമില്ല. പിന്നെ ബ്ലോക്ക് മൈൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ മോപ്സിനെ കൊല്ലാനും എളുപ്പമാണ്. അതുകൊണ്ട് ഫെൻസിൻ്റെ ഐഡിയ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, നമ്മൾ ആവശ്യത്തിനുള്ള ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഒരു ഫെൻസ് ബാക്കിയൊന്നുമില്ല, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുക്കുക. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കണം. കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കുക. അത് പോയി, അത് കിട്ടിയില്ല, സാരില്ല. ഇനി ഇവിടെ ഒരു വെള്ളം വയ്ക്കുക. എന്നിട്ട് താഴത്തേക്ക് പോവുക. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു കോബിൾ സ്റ്റോൺ പ്ലേസ്, അല്ലെങ്കിൽ ഗ്രാവിറ്റി ബ്ലോക്സ് പോലത്തെ ഗ്രാവലൊക്കെ വന്നു കഴിഞ്ഞാൽ നിലത്തേക്ക് പോകും. ഇനി നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. എന്തിനോ വന്നതെന്ന് മറന്നുപോയി. സ്ലാബ് ഉണ്ടാക്കണം. ഒരു 6 സ്ലാബൊക്കെ മതിയാവും. ഇവിടെ അടിയിലിങ്ങനെ വയ്ക്കുക ഒരെണ്ണം. മതി ഒരെണ്ണം. ഇനി ഈ ബ്ലോക്ക് പൊട്ടിക്കുക. ഞാൻ വീഡിയോയിൽ കണ്ടത്. ഇനി വെള്ളം ഓഫ് ചെയ്യാം. ഇനി വേണ്ട, പിന്നെ നിലത്ത് വീണാനെ വാട്ടർ ബക്കറ്റും കൂടി പോയേനെ. എനിക്ക് വെള്ളം നഷ്ടപ്പെടാൻ തീരെ ആഗ്രഹമില്ല. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്നൊരു ബ്ലോക്ക് നീക്കിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് അങ്ങനെ മതി. അപ്പോൾ ഇങ്ങനെ കയറി പോകാം. ഇതിൻ്റെ അപ്പുറത്ത് വോയിഡല്ലേ ആണെന്ന് പറയാതെ പിന്നെ നമുക്ക് ഇവിടെ ഒരെണ്ണം ഗോലി വെച്ചിട്ട് ഇവിടെ തന്നെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ സെറ്റായി. ഇപ്പോൾ എല്ലാം തികഞ്ഞു. നമുക്കിങ്ങനെ വന്നിട്ട് തികഞ്ഞില്ല, വട കിട്ടി. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി സെറ്റ് ചെയ്യട്ടെ. ഒരു ബ്ലോക്ക് കൂടി ഇത് താത്തി വയ്ക്കണം, എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൈൻ ചെയ്യാം. ഇങ്ങനെ മൈൻ ചെയ്യാം. വല്ല മോപ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോവാം. ഇറങ്ങി പോയി വീഴുമെന്ന് ചോദിച്ചാൽ വീഴാൻ സാരില്ല. നോക്കാം. ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം. അതാണ് ഞാൻ പിന്നെ ആലോചിച്ച കാര്യം. നമുക്കെന്നാൽ അത് ഉണ്ടാക്കാം. അതിനായിട്ട് അത് പോയി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഡേട്ട്. അപ്പോൾ ഇത് ഗ്രാനൈറ്റ് ആണ്. നമ്മുടെ ഇനി ഇത്ര ഡേട്ടും കൂടെ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് ഡേട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും ഞാൻ ഡേട്ട് ഉപയോഗിക്കുന്നില്ലേ, വേണ്ട, വെറുതെ ഇതാക്കണ്ട. കോബിൾ സ്റ്റോൺ വെച്ചിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് തേങ്ങ. ഓക്കെ, നമ്മൾ എവിടെ ഉണ്ടാക്കണത്? ഇത് എവിടെ ഉണ്ടാക്കാമല്ലേ? അങ്ങനെ വരുമ്പോൾ 1 2 3 ഇങ്ങനെ വയ്ക്കുക. ഇതുപോലെ ഇവിടെയും വയ്ക്കുക. 1 2 3 വയ്ക്കുക. എന്നിട്ട് ഇവിടെ വയ്ക്കുക, ഇവിടെ തന്നെ വയ്ക്കുക. ഇപ്പോൾ ഇതിങ്ങനെയുണ്ട്, കറക്റ്റ് തികഞ്ഞു ബ്ലോക്ക്. പിന്നെ ഇത് സാധാ ഐസാണ്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വെള്ളവും ഇല്ലേ, അറിയില്ല, നോക്കട്ടെ. വെള്ളവും. ഇനി ഇവിടെ ഒരു വെള്ളം വയ്ക്കുക. ഇത് ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കാം. എന്നാലും വെള്ളം എത്ര വെള്ളം വേണമെങ്കിലും എടുക്കാം. നമുക്കിത് അയൺ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ അയൺ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് കാണിച്ചു തന്നില്ല എന്ന് പറയാൻ. ഇതേ അയൺ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ആപ്പിൾ എടുത്ത് പിന്നെ വാട്ടർ ബക്കറ്റൊക്കെ ഇട്ടിരിക്കട്ടെ, കളയാൻ വയ്യ. പിന്നെ കോബിൾ സ്റ്റോൺ എടുക്കട്ടെ. അവിടെ നമുക്ക് ചുറ്റൂറ് അത് കേട്ടാം. കുറച്ചുകൂടിയും
ഓ ഇവിടുത്തെ മുറിക്കുന്ന നേരം നടുക്കിക്ക് കേട്ടോ പോണേ, അത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ വോയിഡിക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് കിട്ടില്ല. ഓക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര മതി നമുക്ക്. കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്, ആ കൂടി കുറച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ അതും കൂടി എനിക്ക് കളയാൻ വയ്യ. ഞാനിന്നൊരു മോപ്പ് ഫാം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതിനുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ആയിട്ടില്ല. അതിന് കുറേ കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ വേണം, നമുക്ക് അതിനുള്ളതൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിൽ എൻ്റെ അപ്പോൾ ആ കോഴിയും പോയിട്ടുണ്ട്, നമ്മളിവിടെ ഒറ്റയ്ക്കാണ്, ഇനി സ്പോണായി ഇങ്ങനെ ഉള്ളൂ. ഓക്കെ അതിനുള്ള കോബിൾ സ്റ്റോൺ ഇല്ല. പിന്നെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണമെങ്കിൽ വഴിയെ ഇതേപോലെ തന്നെ ലാവ ബക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിലില്ല. അത് നമുക്ക് എന്തായാലും ഒരു ഫർണസും കൂടെ ഉണ്ടാക്കാം അല്ലേ, എന്തെങ്കിലും നമുക്ക് ഇതുള്ളതല്ലേ, ഫർണസ് ഉണ്ടാക്കി ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് അയേൺ സ്മെൽറ്റ് ചെയ്യാം. ഫർണസ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് വയ്ക്കാം. ഓക്കെ സെറ്റ്. ഇനി അതിലുള്ള കുറച്ച് കോളും കുറച്ച് അയേണും എടുത്തിട്ട് ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു സ്റ്റോൺ ഹോ ഉണ്ടാക്കണം. ഓക്കെ സ്റ്റോൺ ഹോ ഉണ്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ കൃഷി തുടങ്ങാം. അതിനാദ്യമായിട്ട് വേണ്ടത് നമുക്ക് വെള്ളം വേണം. കുറച്ച് കൃഷി ചെയ്യാം, നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാതില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് വയ്ക്കാം, ഈ ഭാഗം കൃഷി ചെയ്യാം. ഇവിടെ വയ്ക്കാം. പോവല്ലേ പോയി, അതും പോയി. ഒന്നല്ല വയ്ക്കേണ്ടത്, ഞാൻ തെറ്റി വെച്ച്, അതും പോയി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെയർ വെച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു വാട്ടർ ലോഗാവും. വാട്ടർ ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളം സാധാരണ വെള്ളം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്ക് പോവും, പക്ഷേ ഇതങ്ങനെ പോവില്ല. ഇത് വാട്ടർ ലോഗാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ട വെള്ളം അടിക്ക് പോകാത്ത വാട്ടർ ലോഗ് ആയതുകൊണ്ടാണ്, അതിനാണ് സ്റ്റെയർ വെക്കാന്നുള്ളത്. ഓക്കെ ഈ വെള്ളം തിരിച്ചെടുത്തേക്കാം. എന്നിട്ട് ഇത് ചെസ്റ്റിൽ കൊണ്ട് വയ്ക്കാം, റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ ഇനി നമുക്ക് ഹോ വെച്ചിട്ട് 1 2 ഇവിടുന്ന് 1 2 3 4 ഇവിടുന്ന് ഇങ്ങനെ ചറവറ ചെയ്യാം. ഇവിടുന്ന് 1 2 3 4 ഓക്കെ ഇരിക്കട്ടെ, ചറവറ ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ബാക്കി നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നടക്കാണ്ട് ശരിയാവില്ല, നമ്മളെന്തെങ്കിലും ചവിട്ടി പൊട്ടിക്കും. അപ്പോൾ നടക്കണം. ഇതിൽ നമുക്ക് വീറ്റുണ്ട്, ഇതുണ്ട്, അത് മതി. ഓക്കെ ഇത് എന്തായാലും നട്ട് വെച്ചേക്കാം, എന്ന് പറഞ്ഞാൽ. ഓക്കെ അങ്ങനെ പൊട്ടാറ്റോ തീർന്നു. പിന്നെ ക്യാരറ്റ് വയ്ക്കാം. ക്യാരറ്റും പെട്ടെന്ന് തീർന്നു. വാട്ടർ ബക്കറ്റ് കിട്ടിയ ചെസ്റ്റിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സാപ്ലിങ് നമുക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവയ്ക്കാം, അങ്ങനെയെങ്കിൽ നമുക്കൊരു മരം കിട്ടും. ഇനി കേവ്സ് ആയതുകൊണ്ട് മരം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ചവിട്ടി പൊട്ടിച്ച് ഇല്ല. ഓക്കെ സെറ്റ്. പിന്നെ അതിൽ കുറച്ചും കൂടി സീഡുകൾ ഉണ്ടായിരുന്നു. എല്ലാ സീഡും നമുക്ക് നട്ട് വയ്ക്കാം, എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക്. ഓക്കെ കയ്യിലുള്ള സീഡൊക്കെ നട്ട് വയ്ക്കാം നമുക്ക്. ബീട്രൂട്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ നോക്കാം, കാര്യമില്ല എന്നാലും നോക്കാം. ഇനി കുറച്ച് പൂക്കളെടുത്ത് ഡെക്കറേറ്റ് ചെയ്താലോ, ഇരിക്കട്ടെ. കുറച്ച് പൂക്കളെടുത്ത് സെറ്റാക്കാം. ഓ വൃത്തികേടാവുമെന്നൊന്നും നോക്കി നോക്കാം. വൃത്തികേടാവൂടെ, സാരില്ല. ഇതെടുത്തിട്ട് ഇവിടെ വയ്ക്കാം. ഇനി വേണം ടെസ്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാവും. ചെയ്ത് ഞാൻ മതി ഇത്ര മതി. ഇപ്പോൾ കാണാൻ പിന്നെയും കുഴപ്പമില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണം ഇന്നത്തെ എപ്പിസോഡിൽ. അടുത്ത എപ്പിസോഡിൽ ഞാനിത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പുറത്ത് കൃഷി നടാം. ഇപ്പുറത്താണ് ഞാൻ മോപ്പ് ഫാം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഈ മരം വളർത്താം, എല്ലാം സെറ്റാക്കാം. നോക്കാം മരം വളർത്താൻ നോക്കട്ടെ. നമ്മുടെ കയ്യിൽ ബോൺ മീലുണ്ട്, ബോൺ എടുക്കുക, 6 ബോൺ മീൽ ഉണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ്. ഇനി അതിൽ പട്ടിക്കുട്ടികൾ വന്ന് ടൈം ചെയ്യാനൊന്നും പറ്റില്ല. നന്നായി. ഓക്കെ നമുക്ക് ബാക്കി വന്ന 2 ബോൺ മീൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവച്ചേക്കാം. ഇനി വുഡും എല്ലാം ഇതിൻ്റെ അകത്തിരിക്കട്ടെ. ഇനി വീണ് കഴിഞ്ഞാൽ പണി കിട്ടും, നേരത്തെ വീഴാൻ പോയ പോലെ. പിന്നെ 2 പിക്കേക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഓരോന്ന് ബ്രേക്ക് ചെയ്ത് സെറ്റ് ആവാം. ഇത് നമ്മൾ മോപ്സ് ഉള്ളിക്കട കണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊരു
ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആണെങ്കിൽ ഇവരിങ്ങനെ അടിച്ചു കൊല്ലാൻ പറ്റും. പിന്നെ അവർ കാണൂല നമ്മളെ. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു മോപ്പ് ഫാം ഉണ്ടാക്കാൻ നോക്കണ്ടാവുക. അതിനുള്ള ബ്ലോക്സൊക്കെ നമുക്ക് ശേഖരിച്ച് വയ്ക്കാം ഗ്രൈൻഡ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ മോപ്പ് ഫാം കഴിഞ്ഞിട്ട് വില്ലേജസ് ഒക്കെ ഇതെന്ന് വരും. അപ്പോൾ അതിന് ശേഷം ഒരു ബ്രീഡർ അയൺ ഫാം എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് തോന്നുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു ബ്ലോക്സും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. പിന്നെ ഗ്രാസ് ബ്ലോക്ക് നമ്മുടെ കയ്യിൽ 21 ഇനി ഗ്രാസ് ബ്ലോക്ക് നമുക്ക് ഇന്ന് കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനി എങ്ങനെയെങ്കിലും ഈ പ്ലാറ്റ്ഫോം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വല്ല ഡേർട്ട് കിട്ടാൻ വല്ല വഴിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, നോക്കട്ടെ എങ്ങനെ കിട്ടാമെന്ന്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര നമ്മൾ ചെയ്തേക്കണേ. നമ്മളൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കി, ഒരു ഫാം ഉണ്ടാക്കി, അതിൽ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, കയ്യിലൊരു വാല്യൂബിളായ സാധനം വെക്കില്ലേ, ഇതുപോലെ ചാടി കളിച്ച് നിൽക്കുമ്പോൾ ചാവാൻ സാധ്യതയുണ്ട്. ഗ്രാസ് ബ്ലോക്ക് കിട്ടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് നോക്കട്ടെ വല്ല വഴിയുണ്ടോ എന്ന്. അല്ലാണ്ട് ഇത് ഫില്ല് ചെയ്യാൻ ഒരു വഴിയുമില്ല. പിന്നെ അടുത്ത എപ്പിസോഡ് നമ്മളൊരു മോപ്പ് ഫാം ഒന്ന് സെറ്റ് ചെയ്യണ്ടാവുക. എന്തിനാണെന്നറിയില്ല, എക്സ്പി കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ കാശൊന്നും കൊടുക്കണ്ടല്ലോ, ഫ്രീ അല്ലേ, ഒന്ന് ചെയ്തിട്ട് പോക്കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എല്ലാവരും ടാറ്റ ബൈ ബൈ. നാളത്തെ എപ്പിസോഡാണ്. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗ്രാസ് ബ്ലോക്കിൻ്റെ കാര്യം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.